ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് പഞ്ചസാര കുറച്ച് അല്പം ശർക്കര ആയാലോ? എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാവരും എല്ലാ ദിവസവും ചായ അല്ലെങ്കിൽ കാപ്പി തയ്യാറാക്കി കുടിക്കുന്നവരാണ് അല്ലേ? ഒട്ടുമിക്ക ആളുകൾക്കും വളരെ പ്രിയപ്പെട്ടതുമാണ് ഈ പറഞ്ഞ ചായയും കാപ്പിയും. ഒരു ദിവസം 3-ൽ കൂടുതൽ ചായ കുടിക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഇത്തരത്തിൽ ചായ എത്രത്തോളം കുടിക്കുന്നുവോ അത്രത്തോളം പഞ്ചസാരയും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയാണ്. ശർക്കര ഇട്ട് നല്ല രുചിയിൽ ചായ കുടിക്കുകയും നമുക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്നല്ലേ? അതിനൊപ്പം തന്നെ നമുക്ക് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളും ഇതിനൊപ്പം തന്നെ നേടിയെടുക്കാൻ സാധിക്കും. ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും. ബേക്കറി പലഹാരങ്ങളോടുള്ള പ്രിയവും അതുമൂലം നമുക്ക് കുടവയറിലേക്കും അമിതവണ്ണത്തിലേക്കും ഒക്കെ നമ്മളെ നയിക്കും അല്ലേ? അപ്പം മേൽ പറഞ്ഞ ഈ ബേക്കറി പലഹാരങ്ങളും ആഹാരങ്ങളും ഒക്കെ ഒഴിവാക്കി അതിൽ നിന്ന് മധുരം പാടെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യും. അങ്ങനെ നല്ല പോലെ വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണ രീതിയും പിന്തുടരുന്നത് അമിതവണ്ണം കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. കൂടാതെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. അടുത്തതാണ് ശരീരഭാരം നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളത്. കാരണം മധുരം കുറച്ചാൽ തന്നെ ശരീരത്തിന് വളരെയധികം ഗുണമായിരിക്കും. ഇതിൽ കലോറി കുറവായതിനാൽ തന്നെ ശരീരഭാരം നിയന്ത്രിച്ച് നിർത്താനായിട്ട് സഹായിക്കും. നമ്മുടെ ശർക്കര നമ്മളെ സഹായിക്കും. അടുത്തതാണ് അനീമിയയ്ക്ക് പരിഹാരം. നമ്മുടെ ശരീരത്തിൽ കൃത്യമായി അയൺ ലഭിക്കാതിരിക്കുന്നത് മൂലമാണ് അനീമിയ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ അയണിൻ്റെ അഭാവമുള്ളവർക്ക് ശർക്കര കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ശർക്കരയിൽ ധാരാളം അയൺ അടങ്ങിയിരിക്കുന്നു. അതിനാൽ തന്നെ നമ്മൾ ആഹാരത്തിൽ ശർക്കര ചേർക്കുമ്പോൾ അല്ലെങ്കിൽ ചായ, കാപ്പി എന്നിവ തയ്യാറാക്കുമ്പോൾ അതിൽ ശർക്കര ചേർത്ത് കുടിച്ചാൽ അത് അനീമിയ ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കും. ചുമ, ജലദോഷം എന്നിവയ്ക്കും പരിഹാരമാണ്. കാലാവസ്ഥ മാറുന്നതനുസരിച്ച് നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും അല്ലേ? അതിൽ പ്രധാനപ്പെട്ടതാണ് ചുമയും കഫക്കെട്ടും. ഇത്തരത്തിലുണ്ടാകുന്ന ചുമയും കഫക്കെട്ടും കുറയ്ക്കാൻ ശർക്കര നല്ല ബെസ്റ്റ് സാധനമാണ്. നല്ല ഇഞ്ചിയിട്ട കാപ്പിയുടെ കൂടെ അല്ലെങ്കിൽ ചായയിൽ ശർക്കര ഇട്ട് കുടിച്ചാൽ പോലും ഈ ചുമയും കഫക്കെട്ടും മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. പെട്ടെന്ന് തന്നെ ആശ്വാസം ലഭിക്കാനും ഇവ നമ്മളെ സഹായിക്കും. പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദയാരോഗ്യം എന്നിവയ്ക്കൊക്കെയും ശർക്കര അടിപൊളി കാര്യമാണ്. പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ നമുക്കങ്ങനെ സാധിക്കാറില്ല. എന്നാൽ ഇവ നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. രക്തസമ്മർദ്ദം കൂടുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളിലേക്കും നയിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവ നിയന്ത്രിച്ച് നിർത്തുന്നതിനും ഹൃദയത്തിൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ തന്നെ സംരക്ഷിക്കുന്നതിനും ശർക്കര ഇട്ട ചായ അല്ലെങ്കിൽ കാപ്പി നമുക്ക് കുടിക്കാവുന്നതാണ്. ശർക്കരയായാലും പഞ്ചസാരയായാലും അത് അമിതമായി പ്രമേഹ രോഗികൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം. ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അല്ലേ? എങ്ങനെ? നമ്മുടെ പഞ്ചസാരയെ അപേക്ഷിച്ച് ശർക്കരയിൽ നല്ലപോലെ ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു. ഇത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വളരെയധികം നല്ലതാണ്. കൂടാതെ മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും ശരീരത്തിലെ വീക്കം കുറയ്ക്കുന്നതിനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്രയും ആരോഗ്യ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ സാധാരണ എല്ലാ ദിവസവും ചായയുടെയും കാപ്പിയുടെ കൂടെ എങ്ങനെയായിരിക്കും? പഞ്ചസാര ഇട്ടായിരിക്കും കുടിക്കുന്നത്. ഇനി എല്ലാ ദിവസവും ഒന്ന് ശർക്കര ഉപയോഗിച്ച് നോക്കി. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നിങ്ങളുടെ ശരീരത്തിന് വരുന്നതെന്നും ആ മാറ്റങ്ങൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് ആ മാറ്റം വരുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക. സോഷ്യൽ മീഡിയ കേരള വിഷൻ.